നമസ്കാരം. ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരിക്കലും ട്രംപ് സ്വപ്നം പോലും കാണാത്ത തരത്തിൽ അത് മുന്നേറുകയാണ്. അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് Su-57E ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന റഷ്യൻ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ സിഇഒ വാദിം ബധേഗയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യയുടെ ഭാവി സുരക്ഷാ നയത്തെക്കുറിച്ചും വിദേശത്തിന്റെ ദിശയെക്കുറിച്ചും ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇന്ത്യയെ ഒരു സ്വതന്ത്ര ആഗോള ശക്തിയായി ഉയർത്തുമെന്ന അവകാശവാദങ്ങൾക്കപ്പുറം മോദി സർക്കാർ പിന്തുടരുന്നത് പലപ്പോഴും അമേരിക്കൻ രാഷ്ട്രീയ അജണ്ടയോടുള്ള അടുപ്പമാണെന്ന വിമർശനം പലപ്പോഴും ശക്തമായിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ട്രംപിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തെ രാഷ്ട്രീയമായും ആശയപരമായും വിലയിരുത്തേണ്ടത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് Su-57E സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് റഷ്യൻ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ സിഇഒ വാദിം ബധേഗ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഹൈദരാബാദിൽ നടന്ന വിങ്സ് ഇന്ത്യ എയർ ഷോയ്ക്കിടെയാണ് ഈ സുപ്രധാന വിവരങ്ങൾ പുറത്തുവിട്ടത്. നിലവിൽ ഇന്ത്യയിൽ സുഖോയ് Su-30 MKI വിമാനങ്ങൾ നിർമ്മിക്കുന്ന അതേ പ്ലാന്റുകളിൽ തന്നെ Su-57E വിമാനങ്ങളും നിർമ്മിക്കാനാണ് ആലോചന. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഇന്ത്യൻ വ്യവസായ മേഖലയെയും സാങ്കേതിക വിദ്യകളെയും വിമാന നിർമ്മാണത്തിൽ പരമാവധി ഉൾപ്പെടുത്താനാണ് ചർച്ചകൾ ലക്ഷ്യമിടുന്നത്. Su-30 AKI വിമാനങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ഇന്ത്യൻ സാങ്കേതിക വിദ്യകളും ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളും ഉൾപ്പെടുത്തിയാകും Su-57E നിർമ്മിക്കുക. Su-30 AKI വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുന്നതിലും ഇന്ത്യൻ ഘടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഈ വിമാനങ്ങൾ വാങ്ങാൻ അർമേനിയ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പ്രതിരോധ വിമാനങ്ങൾക്ക് പുറമെ റീജിയണൽ ജെറ്റുകളായ SJ-100 നിർമ്മാണത്തിനായി ഇന്ത്യയുടെ UACയും ഇന്ത്യൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും തമ്മിൽ കരാറിൽ ഒപ്പിട്ടുകഴിഞ്ഞു. ഇന്ത്യയിലെ വിമാനങ്ങളുടെ സർട്ടിഫിക്കേഷൻ, അറ്റകുറ്റപ്പണികൾ, സ്പെയർ പാർട്സ് നിർമ്മാണം എന്നിവയിൽ HAL നിർണായക പങ്ക് വഹിക്കും. ഇന്ത്യയുടെ ഈ പുതിയ നീക്കം പാശ്ചാത്യ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന കാര്യം ഉറപ്പാണ്. പൂർണ്ണമായും റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഉപരോധങ്ങളെ ഭയപ്പെടേണ്ടതില്ലാത്ത സൂപ്പർജെറ്റ് 100 മോഡലാണ് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിമാനഭാഗങ്ങൾ ഇന്ത്യയിലെ ആവശ്യങ്ങൾക്ക് പുറമെ റഷ്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് ബധേഗ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ AMCA വികസിപ്പിക്കുന്നതിന് റഷ്യയുടെ സഹായം ഈ ചർച്ചകളുടെ ഭാഗമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ളവയിൽ റഷ്യൻ വൈദഗ്ധ്യം ഇന്ത്യക്ക് ഗുണകരമായേക്കും. എങ്കിലും ഇന്ത്യൻ ഏവിയോണിക്സുമായി ഇവ സംയോജിപ്പിക്കുന്നത് വെല്ലുവിളിയായി തുടരും. നിലവിൽ റഷ്യൻ ഭാഗത്തു നിന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. യുദ്ധവിമാന നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതിയിൽ ബൗദ്ധിക സ്വത്തവകാശം, പദ്ധതിയിലെ ഇന്ത്യയുടെ പങ്കാളിത്തം എന്നിവയിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നതാണ് സത്യം. ഇതുകൂടി പൂർത്തിയായാൽ പ്രതിരോധ രംഗത്ത് ഇന്ത്യ റഷ്യ സഹകരണത്തിൽ പുതിയ യുഗപ്പിറവിക്ക് കാരണമാകുമെന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. അതേസമയം ഇതിനോട് US എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. ഇന്ത്യക്കെതിരെ കൂടുതൽ തീരുവ ചുമത്തുകയോ ഉപരോധം കൊണ്ടുവരികയോ ചെയ്തേക്കാം. അതിനാൽ കരുതലോടെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എങ്കിലും പിന്നിലേക്ക് പോകാൻ ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് മോദി മുന്നിലേക്ക് ചുവടുകൾ വെക്കുന്നത്.